ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ സ്നാക്കാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവട്ടെ, ഒരു സർപ്രൈസ് സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 150 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സവാള, അരിയെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എരിവിന് വേണ്ടിയിട്ടല്ല. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, അതുപോലെ ഇതൊരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയാണ് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. മൈദ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലകൾ. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് ഇതാ ഒരു കത്രിക വെച്ചിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇത് ഞാൻ ചെറിയ സൈസിലുള്ള സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിലും നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോ പീസ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചിക്കന് പുറമെ നല്ല ഗ്രേവി, നല്ലൊരു ക്രീമി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു പശയുടെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ടൊന്ന് ബോളാക്കി എടുക്കുക. അതിന് ചുറ്റും ആ ഒരു സമൂസ ഷീറ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ ഞാനിതാ സമൂസ ഷീറ്റ് കട്ട് ചെയ്യാണ്ട് അതിൻ്റെ ഉള്ളിൽ ചിക്കൻ വെച്ചിട്ട് അങ്ങനെ റോൾ ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഓയിൽ നന്നായിട്ടും ചൂടായിട്ട് വരുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റുക കേട്ടോ. ഫ്ലെയിം ചെറിയ തീയിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സമൂസ ഷീറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിലുള്ള ചിക്കൻ കുക്കായി വരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ആ ഒരു സമൂസ ഷീറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തീ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ സ്നാക്സ് നിർബന്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സർപ്രൈസ് സ്നാക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ചൂടോടുകൂടെ തന്നെ കഴിക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പൊളിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.